Hi, good evening. കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂ കാരണം നമുക്ക് കുറച്ച് ലേറ്റ് ആയി. ഓക്കെ, അപ്പോൾ വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യാം. DNA വൈറസസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, DNA വൈറസ് ആണ് നോക്കാൻ പോകുന്നത്. എല്ലാവരും ആൻസർ ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റിലോട്ട് കിടക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ സ്മോളസ്റ്റ് നോൺ DNA വൈറസ് ഇൻഫെക്ടിങ് ഹ്യൂമൻസ്? അപ്പൊ നമുക്കറിയാം DNA വൈറസസ് ഉണ്ട് അല്ലെ, RNA വൈറസസ് ഉണ്ട്. RNA വൈറസിൽ തന്നെ പോസിറ്റീവ് സൈൻസ് ഉണ്ട്, നെഗറ്റീവ് സൈൻസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ക്ലാസിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് DNA വൈറസസ് ആണ്. DNA വൈറസിന്റെ എക്സാമ്പിൾസും എല്ലാം നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, അപ്പോൾ അതിൽ വരുന്ന ഓരോരോ വൈറസുകളും അവരുടെ പ്രത്യേകതകളും അടങ്ങിയിട്ടുള്ള ഒരു MCQ സെക്ഷൻ ആണ്. അപ്പൊ നിങ്ങൾ വേഗം കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. സ്മോളസ്റ്റ് നോൺ DNA വൈറസ് ഏതാണ്? അഡിനോ വൈറസ്, പോക്സ് വൈറസ്, പാർവോ വൈറസ്, B19, then ഹെർപ്പസ് സിംപ്ലക്സ് വൈറസ്. ഏതായിരിക്കും സ്മോളസ്റ്റ് വൈറസ്? ഏതാണ്? യെസ്, വെരി ഗുഡ്. ഓപ്ഷൻ സി ആണ്, പാർവോ വൈറസ്, B19 ആണ്. ഡയമീറ്റർ ആണ് അതിന്റെ സൈസ് വരുന്നത്, നാനോമീറ്റർ ഇൻ ഡയമീറ്റർ ആണ് സൈസ് വരുന്നത്. ഓക്കെ, യൂണിക് because its replication occurs entirely in the host cell cytoplasm. എല്ലാ DNA വൈറസിന്റെയും റെപ്ലിക്കേഷൻ നടക്കുന്നത് എവിടെയാണ് നടക്കുക? ന്യൂക്ലിയസിലാണ് അല്ലെ. എല്ലാ RNA വൈറസിന്റെ റെപ്ലിക്കേഷൻ നടക്കുന്നത് സൈറ്റോപ്ലാസത്തിലാണ്. പക്ഷെ എക്സെപ്ഷൻ കേസ് ഉണ്ട് അല്ലെ. RNA വൈറസില് ന്യൂക്ലിയസിൽ റെപ്ലിക്കേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ആരാ? RNA വൈറസിന്റെ റെപ്ലിക്കേഷൻ നടക്കുന്നത് നോർമലി സൈറ്റോപ്ലാസത്തിലാണ്. DNA വൈറസിന്റെ റെപ്ലിക്കേഷൻ നടക്കുന്നത് നോർമലി ന്യൂക്ലിയസിലാണ്. ഇപ്പൊ DNA N, ന്യൂക്ലിയസിൽ N, അങ്ങനെ കണക്ട് ചെയ്ത് ആലോചിച്ച് വെക്കാം. RNAയുടെ സൈറ്റോപ്ലാസത്തിലാണ്. പക്ഷെ എക്സെപ്ഷൻ കേസ് ഉണ്ട്. ഏത് RNA വൈറസ് ആണ് ന്യൂക്ലിയസിൽ റെപ്ലിക്കേറ്റ് ചെയ്യാം? ഏത് RNA വൈറസ് റെപ്ലിക്കേറ്റ് ചെയ്യാം? നമ്മുടെ ക്വസ്റ്റ്യനിലുള്ളതെല്ലാം എക്സ്ട്രാ ഞാൻ ചോദിച്ചതാണ് കേട്ടോ. എല്ലാ RNA വൈറസും സൈറ്റോപ്ലാസത്തിലാണ് റെപ്ലിക്കേറ്റ് ചെയ്യുക. എക്സെപ്ഷൻ കേസ് ഉണ്ട് അല്ലെ. ന്യൂക്ലിയസിൽ റെപ്ലിക്കേറ്റ് ചെയ്യുന്ന RNA വൈറസ് ഉണ്ട്. ആരവര്? അറിയാവോ? ഒന്ന് കമന്റ് ചെയ്യൂ വേഗം. ന്യൂക്ലിയസിൽ റെപ്ലിക്കേറ്റ് ചെയ്യുന്ന RNA വൈറസ് ഏതാണ്? അഡിനോ വൈറസ് ആണോ, ഹെർപ്പസ് വൈറസ് ആണോ, പോക്സ് വൈറസ് ആണോ, പാപ്പോ വൈറസ് ആണോ? ഏതായിരിക്കും ആൻസർ? വേഗം. ആർക്കും അറിയില്ലേ? അത്ര പരിചയം തോന്നുന്നു. പോക്സ് വൈറസ് ആണ്. പോക്സ് വൈറസ് DNA വൈറസ് ആണ്. എല്ലാ DNA വൈറസും റെപ്ലിക്കേറ്റ് ചെയ്യുന്നത് ന്യൂക്ലിയസിലാണ്. എക്സെപ്ഷൻ കേസ് ഉണ്ട്, അതാണ് പോക്സ് വൈറസ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാ DNA വൈറസും റെപ്ലിക്കേറ്റ് ചെയ്യുന്നത് ന്യൂക്ലിയസിലാണ്. അതുപോലെ തന്നെ എല്ലാ RNA വൈറസും റെപ്ലിക്കേറ്റ് ചെയ്യുന്നത് സൈറ്റോപ്ലാസത്തിലാണ്. അതിലും എക്സെപ്ഷൻ കേസ് ഉണ്ട്, അതാണ് ഇൻഫ്ലുവൻസ വൈറസ്. ഓക്കെ, ഓർത്തോമിക്സോയിൽ വരുന്ന ഇൻഫ്ലുവൻസ അവരൊക്കെ റെപ്ലിക്കേറ്റ് ചെയ്യുന്നത് ന്യൂക്ലിയസിലാണ്. ഓക്കെ, വൈൽ ഓൾമോസ്റ്റ് DNA വൈറസ് all components in cytoplasm. ഇവര് മാത്രമാണ് സൈറ്റോപ്ലാസിൽ. ബാക്കി എല്ലാ DNA വൈറസും റെപ്ലിക്കേറ്റ് ചെയ്യുന്നത് ന്യൂക്ലിയസിലാണ്. The icosahedral nuclear capsid of adenovirus is composed of exactly how many capsomers? നമുക്കറിയാം വൈറസിന്റെ സ്ട്രക്ചർ അല്ലേ, capsomers അല്ലെ. അതിന്റെ ചുറ്റുമുള്ള പ്രോട്ടീൻ കോട്ടും ലിപ്പിഡ് കോട്ടും അങ്ങനെ ഒരുപാട് നമ്മൾ വൈറസിന്റെ മോർഫോളജി കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ. അതുപോലെ തന്നെ ഷേപ്പും സൈസ് നമ്മൾ ഹെലിക്കൽ ഷേപ്പ് ഉണ്ട്, ഐക്കോസാഹെഡ്രൽ ഷേപ്പ് ഉണ്ട്. ഇവിടെ അഡിനോ വൈറസിന്റെ ഐക്കോസാഹെഡ്രൽ അല്ലെ, ന്യൂക്ലിയർ ക്യാപ്സിന്റെ കാര്യമാണ് ചോദിച്ചിട്ടുള്ളത്. എത്ര ക്യാപ്സോമേഴ്സ് ആണുള്ളത്? 162 ആണോ, 72 ആണോ, അല്ലെങ്കിൽ 252 ആണോ, അല്ലെങ്കിൽ 240 ആണോ? എത്രയായിരിക്കും? വേഗം ഒന്ന് കമന്റ് വേഗം. യെസ്, ഓപ്ഷൻ സി ആണ്, 252 ആണ്. 252 ആണ്. ഇതില് 240 ഹെക്സോൺസും 12 പെന്റോൺസ് ആണുള്ളത്. അഡിനോ വൈറസ് ന്യൂക്ലിയർ ക്യാപ്സിഡ് കണ്ടെയ്ൻ 252 capsomers consisting of 240 hexons and 12 pentones. ഓക്കെ, നമ്പേഴ്സ് ഒന്ന് ഓർത്തിരിക്കുക.
Then next നോക്കാം. Which virus is causative agent of progressive multifocal leukoencephalopathy? PML, BK virus, JC virus, Epstein-Barr virus, cytomegalovirus. ഏതായിരിക്കും? വേഗം ഒന്ന് കമന്റ് ചെയ്യൂ. വേഗം ഒന്ന് കമന്റ് ചെയ്യൂ. ഏത് വൈറസ് ആണ് PML ന്റെ കോസേറ്റീവ് ഏജന്റ്? പ്രോഗ്രസീവ് മൾട്ടിഫോക്കൽ ല്യൂക്കോഎൻസെഫലോപ്പതി. ഏതായിരിക്കും? യെസ്, ഓപ്ഷൻ ബി, JC virus. Okay, option B, reactivation of JC polyoma virus in immunocompromised patients cause PML, fatal demyelinating disease of a central nervous system. Then which type of primary site of latency for Epstein-Barr virus? ഏതാണ്? Which cell type of primary site of latency for Epstein-Barr virus? Neurons ആണോ, B lymphocyte ആണോ, monocyte ആണോ, T cells ആണോ? ഏതാണ്? ഏതായിരിക്കും? വേഗം ഒന്ന് കമന്റ് ചെയ്യൂ. എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യൂ. വേഗം ആയിക്കോട്ടെ. എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യാം. നമുക്ക് ഒരു 10-30 MCQ കവർ ചെയ്യാനുണ്ട്. അപ്പൊ വേഗം കമന്റ് ചെയ്യാ. യെസ്, ഓപ്ഷൻ സി ആണ്. കമന്റ് ചെയ്യുന്നില്ലല്ലോ, അറിയാഞ്ഞിട്ടാണോ? ഈ ഏരിയ നിങ്ങൾക്ക് അത്രയും കുറച്ച് ടഫാണോ? Epstein-Barr virus, HHV അല്ലെ? ഇൻഫെക്ട് immortalize B lymphocyte where it remains latent. Okay, then owl's eye, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ് കേട്ടോ. owl's eye intranuclear inclusion bodies are pathognomonic for which virus? Adenovirus, cytomegalovirus, herpes simplex virus, variola virus. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒന്ന് നോട്ട് ചെയ്യുക. അതുപോലെ ഒന്ന് കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, വേഗം ആയിക്കോട്ടെ. യെസ്, ഏതാണ്? ഔൾസ് ഐ എന്ന് കേൾക്കുമ്പോൾ യെസ്, മെഗാലോവൈറസ്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, പ്രിയാൽ, ബിന്ദുച്ച, ഓക്കെ, നവ്യ, പാർവണ, നുഹാരി. ഓക്കെ, എല്ലാവരും ബി തന്നെയാണ്. ഓക്കെ, വെരി ഗുഡ്. എല്ലാവരും ബി തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. Cytomegalovirus characterized by enlarged cells containing distinct owl's eye intranuclear inclusion bodies. Okay. Then which DNA virus replicates through the RNA intermediate using reverse transcriptase? Reverse transcriptase ആണ്, ശ്രദ്ധിക്കുക. herpes simplex virus, adenovirus, hepatitis B virus, then parvo B19. ഏത് DNA virus ആണ് replicate through DNA intermediate using reverse transcriptase? herpes simplex virus ആണ്, അഡിനോ വൈറസ് ആണോ, ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ് ആണോ, പാർവോ വൈറസ് B19 ആണോ? ഏതാണ്? യെസ്, ഏതാണ്? യെസ്, വെരി ഗുഡ്. നവ്യ, ഓക്കെ, പാർവണ, പ്രിയാൽ, ഓക്കെ, വെരി ഗുഡ്. JLA സിലബസിൽ ഇതില്ല. ഓക്കെ, ഇത് DHS ന്റെ ആണ് കേട്ടോ. നമ്മൾ ആഴ്ചയിൽ ഒരു JLAയും ഒരു DHS-ന്റെയും ടോപ്പിക്സ് ആണ് പോവുക കേട്ടോ. ജയിലില് മൈക്രോബയോളജിയിൽ ആകെ ക്ലാസിഫിക്കേഷൻ ഓഫ് ബാക്ടീരിയ ബേസ്ഡ് ഓൺ മോർഫോളജി, സ്റ്റെറിലൈസേഷൻ, കൾച്ചർ മീഡിയ, ഐഡന്റിഫിക്കേഷൻ ഓഫ് ബാക്ടീരിയ, അങ്ങനെ കൾച്ചർ മെത്തേഡ്, കൾച്ചർ മീഡിയാസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. പാരസൈറ്റോളജി, ഓക്കെ, വൈറോളജി ഇല്ല. ഓക്കെ, then which structural component of the adenovirus acts as a hemagglutinin and aids in attachment? Matrix protein, tegument, spikes on envelope, fibers protruding from vertices. ഏതാണ്? ഏത് സ്ട്രക്ചറൽ കമ്പോണന്റ് ആണ് അഡിനോവൈറസിന്റെ? ആക്ട് as hemagglutinin and aids in attachment. അവരുടെ മെയിൻ ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റിലൊക്കെ ഏതാണ്? യെസ്, ഏതാണ്? വേഗം കമന്റ് ചെയ്യൂ. യെസ്, ഓപ്ഷൻ ഡി, ഫൈബ്രസ് പ്രൊട്രൂഡിംഗ് ഫ്രം വെർട്ടിസസ്. ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ആരും ആൻസർ ചെയ്ത് കണ്ടില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. Adenovirus are non-enveloped. They are fibers protruding from the 12 vertices of the icosahedral capsid for host cell attachment. ഓക്കെ, ശ്രദ്ധിക്കുക. തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്യാം കേട്ടോ. തെറ്റിപ്പോയിട്ടുള്ള ഒന്ന് നോട്ട് ചെയ്യാം. DHS നോട്ടിഫിക്കേഷൻ നമുക്ക് ഉടനെ റാങ്ക് ലിസ്റ്റ് വന്നിട്ട് അതിന്റെ കാലാവധി തീരണേക്കാൾ 3 വർഷമാണ് കാലാവധി, നിങ്ങൾക്ക് അറിയാം അല്ലെ? അപ്പൊ നമുക്കറിയാം, നമുക്ക് PSC എക്സാം
CRE എക്സാം അല്ലെങ്കിൽ RRB എക്സാം പോലെ തന്നെ വേഗം വേഗമല്ല. ആദ്യം നമുക്ക് നോട്ടിഫിക്കേഷൻ വരും, അല്ലെ നോട്ടിഫിക്കേഷൻ വന്ന് കുറെ നാൾ കഴിഞ്ഞിട്ടായിരിക്കും. ഇപ്പൊ JLA തന്നെ നിങ്ങൾക്കറിയാം എത്ര നാൾ കഴിഞ്ഞ്, ഒരു 8-9 മാസമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കൺഫർമേഷൻ വരുന്നത്. കൺഫർമേഷൻ വന്ന പിന്നെ ഉള്ള എക്സാം ആണ്. അപ്പൊ ഏകദേശം ഒരു 1-1.5 വർഷത്തിന് മുന്നേ തന്നെ നോട്ടിഫിക്കേഷൻ വരും. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഗവർണറി ബോഡീസ് ആർ സൈറ്റോപ്ലാസ്മിക് ഇൻക്ലൂഷൻ ബോഡീസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് ഇൻഫെക്ഷൻ? വാരിയോള, സ്മോൾ പോക്സ്, മീസിൽസ്, റാബിസ്, ഹെർപ്പസ്. ഗവർണറി ബോഡീസ് ഇതും വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഒന്ന് നോട്ട് ചെയ്യുക. ഈ ഗവർണറി ബോഡീസ് എപ്പോഴും എക്സാമിന് അത് റിലേറ്റ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് എന്തായാലും ഉണ്ടാവും. ഓക്കെ, ഏതാണ് ആൻസർ? ഏതാണ് ആൻസർ? യെസ്, വാരിയോള, സ്മോൾ പോക്സ്. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ഒന്ന് നോട്ട് ചെയ്യുക. സ്പെസിഫിക് സൈറ്റോപ്ലാസ്മിക് ഇൻക്ലൂഷൻ ബോഡീസ് നോൺ ആസ് ഗവർണറി ബോഡീസ് ആർ സീൻ ഇൻ സെൽസ് ഇൻഫെക്റ്റഡ് വിത്ത് വാരിയോള ഓർ വാസിനിയ virus. Then next question, which virus associated with hydrops fetalis if a seronegative mother is infected during pregnancy? Rubella, cytomegalovirus, parvovirus B19, HSV. ഏത് വൈറസ് ആണ് ഹൈഡ്രോപ്സ് ഫീറ്റാലിസ് ഇഫ് സെറോനെഗറ്റീവ് മദർ ഈസ് ഇൻഫെക്റ്റഡ് ഡ്യൂറിങ് പ്രഗ്നൻസി? വേഗം ഒന്ന് കമന്റ് ചെയ്യും, വേഗം വേഗം, ഒട്ടും ആക്റ്റീവ് അല്ല കേട്ടോ, വേഗം വേഗം കമന്റ് ചെയ്യാ. യെസ്, ഓപ്ഷൻ സി ആണ്, പാർവോ വൈറസ് B19 ആണ്. ഓക്കെ, primary B19 infection in pregnant woman can lead to severe complication of fetus including hydrops fetalis and fetal death ഒക്കെ സംഭവിക്കാം. Then next നോക്കാം. The hallmark cell of human papilloma virus infection seen in histopathology is the, ഇതും വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, Tezan cell, then coleocyte, Warthin Fringtelli cells, then Negri body. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ ഓരോ ടേംസും, ഓരോ വൈറസിനും അതിന് പർട്ടിക്കുലർ ആയിട്ടുള്ള എന്തെങ്കിലും ടേംസും അല്ലെങ്കിൽ ഒരു വേർഡും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്യാരക്ടറിസ്റ്റിക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഒന്ന് നോട്ട് ചെയ്യുക. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഒന്ന് നോട്ട് ചെയ്യുക. യെസ്, ഓപ്ഷൻ ബി ആണ് കേട്ടോ, കൊലിയോസൈറ്റ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ്. Coleocytes are enlarged keratinocytes with characteristic halo around the Schengen nuclei indicate HPV infection. ഓക്കെ, നിങ്ങൾ കമന്റ് ചെയ്ത ആൻസർ എന്തെങ്കിലും തെറ്റിപ്പോയി ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് DNA viruses process a single stranded genome? ഏതാ സിംഗിൾ സ്റ്റാൻഡേർഡ് ജീനോം ഉള്ളത്? ഹെർപ്പസ് വിരിഡി ആണോ, അല്ലെങ്കിൽ പാർവോ വിരിഡി ആണോ, അല്ലെങ്കിൽ പോക്സ് വിരിഡി ആണോ? ഏതായിരിക്കും? ഏതായിരിക്കും? വേഗം ഒന്ന് കമന്റ് ചെയ്യും, വേഗം 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 ആയിക്കോട്ടെ, വേഗം കമന്റ് ചെയ്യാ, വേഗം ഒന്ന് കമന്റ് ചെയ്യാ. യെസ്, ഓപ്ഷൻ സി, പാർവോ വിരിഡി ആണ്. ഓക്കെ, പാർവോ വിരിഡി ആണ്. ഓക്കെ, പാർവണ, പ്രിയാൽ, നുഹൈറ. ഓക്കെ, major DNA virus family having single SSA gene. Then the virus dash, the dash virus is defective DNA. എന്താണ് defective DNA virus? That require adenovirus as a helper for replication. Hepatitis D, adeno associated virus, BK virus, Epstein-Barr virus. ഏതായിരിക്കും? The virus is the defective DNA. അവർക്ക് അഡിനോ വൈറസിന് ആവശ്യമുണ്ട്. യെസ്, അഡിനോ അസോസിയേറ്റഡ് വൈറസ്, AAV, ഓപ്ഷൻ ബി. ഓക്കെ, Dependovirus that can only replicate in the cells co-infected with helper virus, usually an adenovirus. Then in structure of herpes virus, the amorphous layer between capsid and envelope is called dash. Capsomia, matrix, tegument, peplomers. ഇതും വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഇതാരും തെറ്റിക്കരുത്, അത്ര ഇമ്പോർട്ടന്റ് ആണ്. സ്ട്രക്ചർ ഹെർപ്പസ് വൈറസ്, the amorphous layer between capsid and envelope. എന്താ പറയുക? എന്ത് പറയും ഇതിനെ? capsid and envelope. ശ്രദ്ധിക്കുക, എന്ത് പറയും? യെസ്, ഓപ്ഷൻ സി, tegument. ഓപ്ഷൻ സി. ഓക്കെ, the tegument unique to herpes virus and that contain essential viral protein and enzymes for initiating. Then next നോക്കാം, human herpes virus 8,
8 is a primary causative agent of dash in AIDS patients. Burkitt's lymphoma, Kaposi's sarcoma, oral hairy leukoplakia, then roseola infantum. എന്താണ് വരിക? HHV8 AIDS patients. Yes, Kaposi's sarcoma. Option B ആണ് കേട്ടോ. Option B ആണ്. Okay, Binducha. Okay, very good. HHV8 is also known as a Kaposi's sarcoma associated herpes virus. Okay. Then the complete infectious 42 nm particle of the hepatitis B virus is known as dash particle. Negri, Dane, elementary and inclusion. എന്തായിരിക്കും? എന്താ പറയും? എന്താണ്? യെസ്, ഡെയിൻ പാർട്ടിക്കിൾ. ഓക്കെ, ഡെയിൻ പാർട്ടിക്കിൾ ആണ്. നെക്സ്റ്റ് നമുക്ക് നോക്കാം. The 42 nm double-shelled spherical structure is a complete HBV virion described by Dane in 1970. The reactivation of the latent variola zoster virus (VZV) typically manifests as dash mononucleosis, then herpes zoster, shingles, then roseola. എന്തായിരിക്കും? Yes, herpes zoster, shingles. Okay. നമുക്ക് എല്ലാവർക്കും വളരെ ഫെമിലിയർ ആണ് അല്ലെ? varicella zoster, chicken pox. During primary infection and shingles upon reactivation from the sensory ganglia later his life. അപ്പോൾ ആണ് പറയാറ്. പക്ഷേ അതിന്റെ വേറൊരു വേരിയേഷൻ ആണ് ഷിംഗിൾസ്. അത് ഓൾറെഡി നമ്മുടെ ബോഡിയിൽ അത് ഡോർമെന്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടാവും. ഓക്കെ, നെർവ്സിലൊക്കെ അത് കുറച്ച് വീണ്ടും ഒരു റിയാക്ടിവേഷൻ വരുവാണെങ്കിൽ ഒരു ഇൻഫെക്ഷസ് സ്റ്റേജിലോട്ട് പോകും. അതാണ് ഷിംഗിൾസ് എന്ന് പറയാം. ഓക്കെ, ചിക്കൻ പോക്സ് അല്ല അത്. ഓക്കെ, ദ സ്ലാപ്ഡ് ചീക്ക്, ഇതൊന്ന് നോട്ട് ചെയ്യുക. സ്ലാപ്ഡ് ചീക്ക്, അത് നമ്മളിപ്പോൾ ഇത്രയും കണ്ട സ്ലാപ്ഡ് ചീക്ക്, ഗവർണറി ബോഡീസ്, അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യം, ഔൾസ്, IDC, അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഏത് വൈറസ് റിലേറ്റ് ചെയ്തിട്ടാണ് ആ ഓരോ ടേംസ് വരുന്നതെന്ന് നോട്ട് ചെയ്ത് വെക്കുക. സ്ലാപ്ഡ് ചീക്ക് ഫേഷ്യൽ റാഷ് ഈസ് ദ ക്യാരക്ടറിസ്റ്റിക് ക്ലിനിക്കൽ ഫീച്ചർ ഓഫ് മീസിൽസ്, എറിത്രിമ ഇൻഫെക്ടിയോസം, ഫിഫ്ത്ത് ഡിസീസ് എന്ന് പറയും, റൊസിയോള, റുബെല്ല. ഇത് വളരെ സിമ്പിൾ ആണ്, ഇമ്പോർട്ടന്റും ആണ്. എന്തായിരിക്കും? യെസ്, എന്താ വരുക? വേഗം ആൻസർ ചെയ്യൂ. ഓക്കെ, വെരി ഗുഡ് ബിന്ദുച്ച. ഓക്കെ, ഫിഫ്ത്ത് ഡിസീസ് ആണ് കേട്ടോ. ഒന്ന് നോട്ട് ചെയ്യുക, ഫിഫ്ത്ത് ഡിസീസ്. ഓക്കെ, പാർവണ, ശ്രീകുട്ടി. ഓക്കെ, വെരി ഗുഡ്. ഫിഫ്ത്ത് ഡിസീസ് കോസ്ഡ് ബൈ പാർവോ വൈറസ് B19 ആണ്. ഫേമസ് ഫോർ ഡിസ്റ്റിങ്ക്റ്റീവ് സ്ലാപ്ഡ് ചീക്ക് അപ്പിയറൻസ്. മുഖമൊക്കെ ഇങ്ങനെ ഫുൾ റെഡിഷ് ഒക്കെ ആയിട്ട്. ഓക്കെ, HPV serotype dash and dash are high risk type strongly linked to cervical carcinoma. 1 and 2, 6 and 11, 16 and 18, 3 and 7. എന്താണ്? HPV serotypes 16 and 18 ആണ്. 16 and 18, which while type 16 and 11 cause a benign warts, type 16 and 18 are etiologically related to severe invasive cervical cancer. Okay, the dash test is a rapid cytological method used to identify multinucleated giant cells in herpes lesions. Paul Bennell, Tessac smear, Western blot, ELISA. എന്തായിരിക്കും? ഏത് ടെസ്റ്റ് ആണ്? യെസ്, ഓപ്ഷൻ ബി, Tessac smear. അതൊന്ന് നോട്ട് ചെയ്യുക. എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യൂ. വേഗം. Giant cells or Cowdery type A, intranuclear inclusion in scrapings from vesicular lesions. Okay, next welcome the adenovirus serotype dash and dash are specifically associated with epidemic keratoconjunctivitis. 1 and 2, 4 and 7, 8, 19 and 37, 40 and 41. ഏതായിരിക്കും? എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തേ. വേഗം. CR 8, 19 and 31. വേഗം. Serotype 8, 19 and 31 cause a highly contagious outbreak of red eye or shipyard eye. When most bacteriophages have a genome consisting of a single linear molecule of dash DNA, single-stranded, double-stranded, circular, segmented. എന്താണ്?
യെസ്, ഡബിൾ സ്ട്രാൻഡഡ്, ഓപ്ഷൻ ബി. എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യൂ. എവിടെ പോയി എല്ലാവരും? The large phages typically contain single linear double stranded DNA genome within their head. വേഗം വേഗം ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ, നമുക്ക് തീരാനായി MCQ. The World Health Organization WHO officially declared smallpox eradicated. എപ്പോഴാ ഈ സ്മോൾ പോക്സ് കംപ്ലീറ്റ് തുടച്ചു നീക്കിയത്? എപ്പോഴാ? 1977, 1980, 1960, 1990. 1990 എത്രയാണ്? വേഗം വേഗം ഒന്ന് കമന്റ് ചെയ്യൂ. വേഗം വേഗം ഒന്ന് കമന്റ് ചെയ്യൂ എല്ലാവരും. എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യൂ. എപ്പോഴാണ് ഈ സ്മോൾ പോക്സ് മൊത്തം തുടച്ചു നീക്കപ്പെട്ടത്? എപ്പോഴാ? ഇറാഡിക്കേറ്റഡ്. ഏതാ? യെസ്, 1980, ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി കേട്ടോ. സ്മോൾ പോക്സ് ഇറാഡിക്കേറ്റഡ് ഗ്ലോബലി in 1980 following intensive WHO vaccination campaign. നമ്മുടെ MCQ തീരാനായി. ഓക്കെ, BK virus is most commonly associated with dash in bone marrow transplant recipients. Progressive multifocal leukoencephalopathy, hemorrhagic cystitis, cervical cancer and warts. ഏതാണ് BK virus most commonly associated with dash in bone marrow? ഏതാണ്? hemorrhagic cystitis, ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ്. BK virus reactivation causes severe urinary tract tissues. Then specifically hemorrhagic cystitis in immunocompromised ആയിട്ടുള്ള പേഷ്യൻസിലാണ്. ഇനി കുറച്ച് മാച്ച് ദ ഫോളോയിങ് പോലെയാണ്. ഓക്കെ, അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് വേണം ഒന്ന് ആൻസർ ചെയ്യാൻ കേട്ടോ. പോക്സ് വൈറസ് ഇവിടെ പറയുന്നത് 12 vertices with fibers എന്നാണ്. അഡിനോ വൈറസ് ബ്രിക്ക് ഷേപ്ഡ് ആണെന്ന് പറയുന്നു. ബാക്ടീരിയോഫേജ് ബുള്ളറ്റ് ഷേപ്ഡ് ആണെന്ന് പറയുന്നു. ഡിസ്ട്രക്ടോ. ദെൻ റാബീസ് ഹെഡ് ആൻഡ് ടെയിൽ. എന്തായിരിക്കും? അപ്പൊ ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ പറയുന്നത് 1, 2, 2, 1, 4, 3. ഇതിൽ വിട്ടുപോയിട്ടുണ്ട് കേട്ടോ. ഇതിലേതാ വരുവാ? ഏത് വരും? ഒന്ന് നോക്കൂ. ഇതിലേതാ ബ്രിക്ക് ഷേപ്ഡ് ആയിട്ടുള്ളത്? യെസ്, പോക്സ് വൈറസ് എന്ന് പറഞ്ഞാൽ എന്താ? പോക്സ് വൈറസ് ഏതാണ്? ബ്രിക്ക് വൈറസ്, ബ്രിക്ക് ഷേപ്ഡ് ആണ് അല്ലേ. ദെൻ അഡിനോ വൈറസ് എന്ന് പറയുമ്പോൾ 12 vertices with fibers ആണ്. ഓക്കെ, ദെൻ ബാക്ടീരിയോഫേജ് എന്താണ്? ഹെഡും ടെയിലും ഉണ്ട്. ഹെഡും ടെയിലും ഉണ്ട്. ഓക്കെ, റാബിസ് ബുള്ളറ്റ് ഷേപ്ഡ്. ഓക്കെ, ബുള്ളറ്റ് ഷേപ്ഡ് ആണ്. ഓക്കെ, ഇതിൽ ഒരു MCQ വിട്ടുപോയിട്ടുണ്ട് കേട്ടോ. അപ്പൊ പോക്സ് വൈറസ് ആണ് ബ്രിക്ക് ഷേപ്ഡ്. അഡിനോ വൈറസ് 12 vertices with fibers ആണ്. ദെൻ റാബിസ് ബുള്ളറ്റ് ഷേപ്ഡ് ആണ്. ബാക്ടീരിയോഫേജ് ഹെഡും ടെയിലും ഉള്ളത്. ഓക്കെ, then next നോക്കാം. Okay, pox virus is brick shaped and adenovirus has a fibers with vertices. Large bacteriophage have a head and tail. Okay, then next നോക്കാം. HSV sacral nerve root ganglion, HSV2 monocytes and lymphocyte, then CMV trigeminal ganglion, then EBV B lymphocytes. ഏതായിരിക്കും? ഏതായിരിക്കും? ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. നിങ്ങൾ എന്നെ ഒന്ന് മാച്ച് ദ ഫോളോയിങ് ചെയ്യുക. ഏതായിരിക്കും വരുക? യെസ്, HSV1 എന്തായിരിക്കും? ട്രൈജെമിനൽ ഗാംഗ്ലിയോൺ ആണ്. ദെൻ HSV2 സാർക്കാസൽ നെർവ് റൂട്ട് ഗാംഗ്ലിയോൺ ആണ്. ദെൻ CMV സൈറ്റോമെഗാലോ വൈറസ് എന്താണ്? മോണോസൈറ്റ്സ് ഓർ ലിംഫോസൈറ്റ്സ് ആണ്. ദെൻ EBV വൈറസ് ബി ലിംഫോസൈറ്റ്. ഓക്കെ, അപ്പൊ ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. HSV1 stays in trigeminal ganglion, HSV2 sarcoidal ganglion ആണ്. സൈറ്റോമെഗാലോവൈറസ് മോണോസൈറ്റ്സ് എപ്സ്റ്റീൻ ബാർ വൈറസ് ഇൻ ബി സെൽസ്. ഓക്കെ, വീണ്ടും ഒരു മാച്ച് ദ ഫോളോയിങ് തന്നെയാണ്. വാരിയോള വൈറസ് ലാർജ് ഇറഗുലർ നെക്രോട്ടിക് പോക്സ്. ദെൻ വാസിനിയ വൈറസ് ഹെമറേജിക് ലീഷൻസ്. ദെൻ കൗപോക്സ് വൈറസ് സ്മോൾ വൈറ്റ് നോൺ നെക്രോട്ടിക് പോക്സ്. എന്തായിരിക്കും? എന്തായിരിക്കും? ഇതിൽ ഏതായിരിക്കും ശരി? ഏതായിരിക്കും? ഏതായിരിക്കും? യെസ്, ഓപ്ഷൻ സി ആണ്. വാരിയോള വൈറസ് എന്ന് പറയുന്നത് സ്മോൾ വൈറ്റ് നോൺ നെക്രോട്ടിക് പോക്സ് ആണ്. വാക്സിനിയ വൈറസ് എന്ന് പറയുന്നത് ലാർജ് റെഗുലർ നെക്രോട്ടിക് പോക്സ് ആണ്. ദെൻ കൗപോക്സ് എന്ന് പറയുന്നത് എന്താണ്? ഹെമറേജിക് ലീഷൻസ്. ഓക്കെ, അപ്പൊ ഓപ്ഷൻ സി ആണ്.
Okay, variola produces small white pox, and then Vaccinia produces a large necrotic pox ആണ്. Cowpox hemorrhagic lesions ആണ്. Okay. ഇങ്ങനെയൊക്കെ ആയിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻസ് വരിക അല്ലെ. ഫുൾ കൺഫ്യൂസിംഗ് ആയിട്ടായിരിക്കും. അപ്പൊ നിങ്ങളൊന്ന് മനസ്സിരുത്തി ആലോചിച്ചിട്ട് വേണം. വാരിയോള വൈറസ് ഹെൻഡേഴ്സൺ പാറ്റേഴ്സൺ ബോഡി, സൈറ്റോമെഗാല വൈറസ് ഗവർണറി ബോഡി, മൊളിസ്കം കണ്ടാജിനസം ഔൾസ് ഐ ഇൻക്ലൂഷൻ. ഇത് വളരെ സിമ്പിൾ ആണ് കേട്ടോ, ഇത് ആരും തെറ്റിക്കരുത്. ഇത് വളരെ സിമ്പിൾ ആണ്. നമ്മൾ ഔൾസ് ഐ എവിടെയാ കണ്ടേ? ഔൾസ് ഐ എവിടെയാ കണ്ടേ? എവിടെയാ കണ്ടേ? അതുപോലെ ഈ ഹെൻഡേഴ്സൺ പാറ്റേഴ്സൺ ബോഡി, ഗവർണറി ബോഡി, ഇതൊക്കെ എവിടെയാ കണ്ടത്? ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തതാ. ഇതില് എല്ലാം ഡിസ്കസ് ചെയ്ത, വേറെ വേറെ MCQ ഡിസ്കസ് ചെയ്ത. യെസ്, വാരിയോല എന്ന് പറയുമ്പോൾ ഗവർണറി ബോഡീസ് ആണ്. സൈറ്റോമെഗാല വൈറസ് ഔൾസ് ഐ, മൊളിസ്കം കണ്ടോജിനോസം എന്താണ്? ഹെൻഡേഴ്സൺ പാറ്റേഴ്സൺ ബോഡി. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇത് മൂന്നും വളരെ ഇമ്പോർട്ടന്റ് ആണ്. വാരിയോല എന്ന് പറയുന്നത് ഗവർണറി ബോഡി, സൈറ്റോമെഗാല വൈറസ് പറയുമ്പോൾ ഔൾസ് ഐ ഡിസീസ്, ദെൻ മൊളിസ്കം കണ്ടോജിനസം ഹെൻഡേഴ്സൺ പാറ്റേഴ്സൺ ബോഡി. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒന്ന് നോട്ട് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്യുക. ഇത് എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ് കേട്ടോ, ഒന്ന് നോട്ട് ചെയ്യുക. വാരിയോള ഹാസ് എ ഗവർണറി ബോഡീസ്. ഇതൊന്ന് നോട്ട് ചെയ്തെടുക്കുക കേട്ടോ. സൈറ്റോമെഗാലോ വൈറസ് ഹാസ് എ ഔൾസ് ഐ, മൊളിസ്കം ആൻഡ് മൊളിസ്കം. ഓക്കെ, ഇനി HPV 2 and 4 cervical carcinoma, HPV 6 and 11 cutaneous warts, HPV 16 and 18 genital warts, condyloma acuminatum. എന്താണ് വരിക? ഏതായിരിക്കും? ഇതും റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? ഇത് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് കണ്ടു. യെസ്, ഓപ്ഷൻ സി ആണ്. HPV 2 and 4 cutaneous warts, then HPV 6 and 11 genital warts ആണ്. Then HPV 16 and 18 cervical carcinoma. ഓക്കെ, ഇത് ഇപ്പൊ മാച്ച് ദ ഫോളോയിങ് ആയിട്ട് വന്നേ ഉള്ളൂ. നമ്മൾ ഓൾറെഡി ഇത് ഡിസ്കസ് ചെയ്താണ്. 2 and 4 സ്കിൻ വാർഡ്സ് ആണ്, 6 and 11 genital warts ആണ്, 16 and 18 leads to cancer. Okay, then HBs antigen, marker of high infectivity active replication. HBE ആണ്, indication active infection or chronic carrier. HBS, okay, core antigen, surface antigen. ഒന്ന് നോട്ട് ചെയ്യുക. പ്രൊട്ടക്റ്റീവ് ആന്റിബോഡി ഇൻഡിക്കേറ്റിംഗ് ഇമ്മ്യൂണിറ്റി. എന്തായിരിക്കും? നമ്മൾ ആന്റി വൈറൽ ഉണ്ടാക്കാനും ഒക്കെ അല്ലേ? എങ്ങനെയാണ്? എന്താണത്? ഹെപ്പറ്റൈറ്റിസ് ബി. എസ് HBs ആന്റിജൻ എന്ന് പറയുന്നത് ഇൻഡിക്കേറ്റ് ആക്റ്റീവ് ഇൻഫെക്ഷൻ ആൻഡ് ക്രോണിക് കാരിയർ ആണ്. ഇനി HBE എന്ന് പറയുമ്പോൾ മാർക്കർ ഓഫ് ഹൈ ഇൻഫെക്ടിവിറ്റി ആണ്, ഓർ ആക്റ്റീവ് റെപ്ലിക്കേഷൻ ആയിരിക്കും. HBS എന്ന് പറയുമ്പോൾ പ്രൊട്ടക്റ്റീവ് ആന്റിബോഡി ഇൻഡിക്കേറ്റിംഗ് ഇമ്മ്യൂണിറ്റി. ഓക്കെ, HBs ആന്റിജൻ ഇൻഡിക്കേറ്റ് കറന്റ് ഇൻഫെക്ഷൻ ആണ്. HBE എന്ന് പറയുമ്പോൾ ആ ഒരു ഹൈ റെപ്ലിക്കേഷൻ ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. HBS എന്ന് പറയുമ്പോൾ പ്രൊട്ടക്റ്റീവ്. ഓക്കെ, ഇതൊന്ന് നോട്ട് ചെയ്യാം കേട്ടോ, ഇതും ഇമ്പോർട്ടന്റ് ആണ്. ദെൻ പാർവോവിരിഡെ. എന്താ പാർവോവിരിഡെ? ലാർജസ്റ്റ് ഓർ കോംപ്ലക്സ് ബ്രിക് ഷേപ്പ്. പോക്സ് വിരിഡെ മീഡിയം സൈസ് 252 ക്യാപ്സോമേഴ്സ്. ഇതും നമ്മൾ പഠിച്ചു അല്ലെ? നമ്മുടെ ഫസ്റ്റ് MCQ അല്ലെ, രണ്ടാമത്തെ MCQ ഇത് റിലേറ്റ് ചെയ്തിട്ടായിരുന്നു. അഡിനോവിരിഡെ സ്മോളസ്റ്റ് SSDNA, ഇതും നമ്മൾ പഠിച്ചു. ഇത് മൂന്നും നമ്മൾ പഠിച്ചതാണ് ഓൾറെഡി. ഇത് മൂന്നും നമ്മൾ MCQ പരിചയപ്പെട്ടതാണ്. എല്ലാവരും ഇത് ആൻസർ ചെയ്യൂ. പാർവോവിരിഡെ എന്ന് പറയുമ്പോ ലാർജസ്റ്റ് കോംപ്ലക്സ് ബ്രിക് ഷേപ്ഡ് ആണോ, അല്ലെങ്കിൽ മീഡിയം സൈസ് ആണോ, ഐക്കോസഹെഡ്രൽ 252 ക്യാപ്സോമേഴ്സ് ആണോ, അല്ലെങ്കിൽ സ്മോളസ്റ്റ് സിംഗിൾ സ്ട്രാൻഡഡ് DNA ആണോ? എന്തായിരിക്കും? യെസ്, ഐന്റെ ഒന്നാമത്തെ ആൻസർ 3 ആണ് അല്ലെ? ഇപ്പൊ ഏതാ? ഇവിടെ ഒന്ന് മാത്രമാണ് അല്ലെ? ഇത് ചിലപ്പോൾ നമുക്ക് 3 തുടങ്ങുന്ന 2-3 ഉണ്ടാവും, അപ്പൊ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഇവിടെ നമുക്ക് ഒരു കൺഫ്യൂഷന്റെ ആവശ്യമില്ല. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ അല്ലെ? ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. പാർവോവിരിഡെ എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മൾ പറഞ്ഞു സ്മോളസ്റ്റ് വൈറസ് ആണെന്ന് ഓൾറെഡി പറഞ്ഞു. പോക്സ് വിരിഡെ ആണെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു ലാർജസ്റ്റ് ആണ്, ബ്രിക് ഷേപ്ഡ് ആണെന്ന് നമ്മൾ കണ്ടു. പിന്നെ അഡിനോവിരിഡെ 252 അല്ലെ, 250 മീഡിയം സൈസ് ആണ്, 252 ക്യാപ്സോമേഴ്സ് അല്ലെ, അതും നമ്മൾ ഓൾറെഡി കണ്ടതാണ്. അപ്പൊ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, ശ്രീകുട്ടി, ബിന്ദുജ, ഓക്കെ, വെരി ഗുഡ്. Parvovirus are smallest or single stranded DNA. Poxvirus are largest or brick shaped. Adenovirus have a 252 capsomers. Okay. Then next നോക്കാം. Serotype 347 infantile gastroenteritis. Then serotype 40-41 pharyngoconjunctival fever. Serotype 11 and 21 acute hemorrhagic cystitis. എന്തായിരിക്കും?
അഡിനോ വൈറസിന്റെ സീറോടൈപ്പിന്റെ കാര്യമാണ് ചോദിച്ചിട്ടുള്ളത്. യെസ്, അഡിനോ വൈറസിന്റെ സീറോടൈപ്പ് ആണ് ഓപ്ഷൻ എ ആണ് കേട്ടോ. സീറോടൈപ്പ് 347 അത് ഫാരിഞ്ചോ കൺജക്ടൈവൽ ഫീവർ ആണ്. ദെൻ സീറോടൈപ്പ് 40 and 41 അത് ഇൻഫന്റൽ ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ് ആണ്. സീറോടൈപ്പ് 11 and 20 ആണ് അക്യൂട്ട് ഹെമറേജിക് സൈറ്റിസ് ആണ്. നെക്സ്റ്റ് നോക്കാം. ഇപ്പൊ ഈ പറഞ്ഞ തന്നെയാണ് കേട്ടോ, സെയിം ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ. ഇനി ബാക്ടീരിയോഫേജിന്റെ ലൈഫ് സൈക്കിൾ നമുക്ക് നോക്കാം. അബ്സോർഷൻ, DNA ഇൻജെക്റ്റഡ് ബൈ എ ഹോളോ ടെയിൽ, അതാണ് അബ്സോർഷൻ. പെനിട്രേഷൻ, ക്ലിയർ ഏരിയ ഓൺ ബാക്ടീരിയൽ ലോൺ. പ്ലേഗ്, ബൈൻഡിങ് ടു സെൽ വോൾ റിസപ്റ്റേഴ്സ്. എന്തായിരിക്കും അബ്സോർഷൻ എന്ന് പറഞ്ഞാൽ? എന്തായിരിക്കും അബ്സോർഷൻ എന്ന് പറഞ്ഞാല്? യെസ്, നമുക്ക് നോക്കാം. നമ്മൾ ബാക്ടീരിയോഫേജിന്റെ നമുക്ക് അറ്റാച്ച്മെന്റ്, പെനിട്രേഷൻ അല്ലെ, ബയോസിന്തസിസ്, അസംബ്ലി, റപ്ചർ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. യെസ്, അബ്സോർഷൻ എന്ന് പറയുമ്പോൾ ബൈൻഡിങ് ടു സെൽ വോൾ റിസപ്റ്റർ ആണ്. ഇനി പെനിട്രേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? യെസ്, ഇൻജെക്റ്റഡ് ബൈ ആ ഹോളോടെയിൽ, അതിൻ്റെ ഉള്ളിലേക്ക് പെനിട്രേറ്റ് ചെയ്യാണ് അല്ലെ, ആ DNA, ആ ഒരു വൈറസിന്റെ DNA ആ ബാക്ടീരിയോഫേജിന്റെ ഉള്ളിലോട്ട് പോവുകയാണ്. ആൻഡ് ദെൻ പെനിട്രേഷൻ കഴിഞ്ഞു. പ്ലേക്ക് എന്ന് പറയുമ്പോൾ ക്ലിയർ ഏരിയ ഓൺ ദ ബാക്ടീരിയൽ ലോൺ ആണ് പ്ലേക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആൻസർ ഓപ്ഷൻ ബി ആണ്. സിമ്പിൾ ആണ്, കൺഫ്യൂഷന്റെ ആവശ്യമൊന്നുമില്ല, സിമ്പിൾ ആണ്. Absorption is a receptor binding, penetration is DNA injection ആണ്. Plaque is a zone of lysis ആണ്. Next നോക്കാം. Infantum HHV6, Kaposi sarcoma HPV16, ഇതും നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. Cervical cancer HHV8. എന്തായിരിക്കും? യെസ്, ഓപ്ഷൻ എ ആണ്. റോസിയോല ഇൻഫാന്റം HHV6 ആണ്. Kaposi sarcoma HHV8 ആണ്. ദെൻ സർവിക്കൽ ക്യാൻസർ എന്നത് HPV16 ആണ്. ഓക്കെ, ഓപ്ഷൻ എ ആണ്. റോസിയോല is HHV6, Kaposi is HHV8 and cervical cancer is HPV16. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കാം. മാച്ച് ദ വൈറസ് വിത്ത് പാത്വേ ഓഫ് അഡിനോ വൈറസ് എങ്ങനെയാണ്? മൈനർ സ്കിൻ ഇഞ്ചുറി ആണോ, അല്ലെങ്കിൽ അബ്രേഷൻസ് ആണോ? HPV റെസ്പിറേറ്ററി ഡ്രോപ്ലെറ്റ് വഴിയാണോ, അല്ലെങ്കിൽ ഫീക്കൽ ഓറൽ വഴിയാണോ, അല്ലെങ്കിൽ HSV2 സെക്ഷൽ കോണ്ടാക്ട്? എങ്ങനെയായിരിക്കും? ഒന്ന് കമന്റ് ചെയ്യൂ വേഗം. യെസ്, എങ്ങനെയാണ്? അഡിനോ വൈറസ് എന്ന് പറയുമ്പോൾ അത് റെസ്പിറേറ്ററി ഡ്രോപ്ലെറ്റ് ഫീക്കൽ ഓറൽ വഴിയാണ്. ഇനി HPV എന്ന് പറയുമ്പോൾ അത് മൈനർ സ്കിൻ ഇഞ്ചുറി അല്ലെങ്കിൽ അബ്രേഷൻസ് വഴിയാണ്. HSV2 അത് സെക്ഷൽ കോണ്ടാക്ട് വഴിയാണ്. ഓക്കെ, അപ്പൊ ഈ മാച്ച് ദ ഫോളോയിങ് കാണുമ്പോൾ പേടിക്കേണ്ട കാര്യമില്ല, നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. ജസ്റ്റ് ഒരു കൺഫ്യൂസിങ് ആകാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ക്രോസ് മാച്ചിങ് ആയിട്ട് ഇടുന്നതാണ് കേട്ടോ. അഡിനോ വൈറസ് സ്പ്രെഡ് ബൈ റെസ്പിറേറ്ററി ഫീക്കൽ ഓറൽ റൂട്ട് വഴിയാണ്. HPV സ്കിൻ അബ്രേഷൻസ് വഴിയാണ്. HSV2 സ്പ്രെഡ് പ്രൈമർലി ത്രൂ സെക്ഷൽ കോണ്ടാക്ട് വഴിയാണ്. ഓക്കെ, അപ്പൊ DNA വൈറസസിന്റെ ആണ് നമ്മൾ ഇന്ന് കണ്ടത്. DNA വൈറസസിന്റെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള DNA വൈറസ് ആണ് നമ്മൾ പരിചയപ്പെട്ടത്. ഓക്കെ, അപ്പൊ ആദ്യം ജസ്റ്റ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന MCQ അല്ലെ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പിന്നെ ലാസ്റ്റിലോട്ടാണ് കുറച്ച് ക്രോസ് ദ മാച്ചിങ് അല്ലെ, ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ ഈ ക്രോസ് ദ മാച്ചിങ് എടുക്കുമ്പോൾ നമുക്ക് 4 ഓപ്ഷൻസ് പഠിക്കാൻ പറ്റും അല്ലെ. ഡയറക്റ്റ് ഒരു ആൻസറേ പഠിക്കുന്നുള്ളൂ. ഇവിടെ നമ്മൾ 3-4 ആൻസർ പോവാം. പേടിക്കേണ്ട കാര്യമില്ല, ഈ പറഞ്ഞ പോലെ പഠിച്ചതാണ്. ഓരോ ഇൻഡിവിജ്വലായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ജസ്റ്റ് അതെല്ലാം കൂടെ ഒന്ന് ക്രോസ് മാച്ച് ചെയ്ത് എടുക്കണമെന്നേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഏതെങ്കിലും ടോപ്പിക്സിന്റെ ഫോക്കസ് ചെയ്തിട്ട് MCQ വേണമെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യുക. ഇന്ന ഏരിയയുടെ MCQ വേണം എന്നൊന്ന് കമന്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, കേട്ടോ, എന്നാലാണ് പറ്റുള്ളൂ. നമുക്ക് നമ്മളെ തന്നെ ഒന്ന് വിലയിരുത്താനാണ് നമുക്ക് പറ്റുന്ന ഒരു അവസരമാണ് അല്ലെ. ഈ ലൈവ് സെക്ഷനിലെ MCQs ഒക്കെ നിങ്ങൾ തന്നെ ആൻസർ ചെയ്യുക. ആൻസർ തെറ്റുകൾ എന്തെങ്കിലും പറ്റിയാൽ